ഹായ് സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതാണ്. അതിലൊരുപാട് നല്ല സ്റ്റോറീസും പോംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കാം. യൂണിറ്റിൻ്റെ പേര് ബിയോണ്ട് ഫിയർ എന്നാണ്. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറം, ഭയത്തിനും അപ്പുറം എങ്ങനെയാണ് ആ ഒരു ഭയം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പേടിയെ ഇല്ലാതാക്കി നമുക്ക് മുന്നേറാൻ കഴിയുക എന്നതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ തീം. ഇവിടെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. ഈ പിക്ചറിൽ എന്താണ്? ഒരു മഴയുള്ള ദിവസമാണ് അല്ലേ? ഒരു റോഡാണ്, നല്ല മഴയുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. ആ റോഡിൻ്റെ നടുവിലായിട്ടൊരു വലിയ മരം വീണ് കിടക്കുന്നത് കാണാം. ഒരു ചെറിയ കുട്ടി, നിങ്ങളുടെ ഏജിലുള്ള ഒരു ചെറിയ കുട്ടി ആ മരത്തിനെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ ഒരു കുഞ്ഞു ബാലനെ കൊണ്ട് ആ ഒരു മരം എടുത്ത് മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് താഴെ ഗാന്ധിജിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ഒരു ട്രൂ ഹീറോ, യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. അവരുടെ സ്ട്രെങ്ത്, ശക്തി കൊണ്ടല്ല ഒരാൾ യഥാർത്ഥ ഹീറോ ആവുന്നത്, മറിച്ച് എങ്ങനെയാണ്? ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, പ്രചോദനം നൽകാനുള്ള അവരുടെ കഴിവ്, അതുപോലെ തന്നെ ലീഡ് അതേഴ്സ്, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് ഒരാളെ യഥാർത്ഥത്തിൽ ഹീറോ ആക്കുന്നത്, ഒരിക്കലും അയാളെ ശക്തിയല്ല. അപ്പോൾ ഈ പിക്ചറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ആ മരം എടുത്ത് മാറ്റാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഈ കുട്ടിക്ക് എന്താണ്? മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും ലീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഈ കുട്ടി ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്താണ്? ഈ മരം എടുത്ത് മാറ്റണം എന്ന് തോന്നി ആ കുട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്നൊരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം കൊണ്ട് ആളുകളെല്ലാവരും കൂടെ ആ മരം എടുത്ത് മാറ്റാം. അപ്പം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഈ കുട്ടിക്ക് കഴിവുണ്ടാവാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ഒന്നാമത്തെ പിക്ചർ ഗാന്ധിജിയുടെയാണ്. പിന്നെ അവിടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്ന ഇമേജ് ഉണ്ട്, ഒരു കർഷകൻ്റെ ഇമേജ് ഉണ്ട്, പിന്നെ ഒരു ഫാമിലി, അമ്മയും അച്ഛനും കുട്ടികളെ സംരക്ഷിക്കുന്നു, പിന്നെ മദർ തെരേസയും ചുറ്റും കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ഒരു സോൾജിയർ, പട്ടാളക്കാരൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഹീറോസ് ആയിട്ട് കണക്കാക്കുന്നത്? വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്ത് പ്രത്യേകതകളാണ് ഇവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്? ഒരാളെ ഹീറോ ആക്കുന്നത് എങ്ങനെയാണ്? മേ ബി അവരുടെ കറേജ്, ധൈര്യമാവാം ഒന്ന്. പിന്നെ കെയറിങ്, മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള അവരുടെ ഒരു മെൻറ്റാലിറ്റി. ഹെൽപ്പിംഗ്, മറ്റുള്ളവർ ചുറ്റുമുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ മനസ്സ്. ദെൻ ലവ്, എല്ലാവരെയും ഒരുപോലെ അവർ സ്നേഹിക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള പല ക്വാളിറ്റീസും കൊണ്ടാണ് ഒരാളെ നമ്മൾ ഹീറോ ആയിട്ട് കണക്കാക്കുന്നത്. Let's read and enjoy the story about a little hero. ഒരു ലിറ്റിൽ ഹീറോ, ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് ഈ ഒരു സ്റ്റോറി. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. പാഠത്തിൻ്റെ പേരെന്താണ്? ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കൈകൾ, ബിഗ് കറേജ് വലിയ ധൈര്യവും. അപ്പോൾ വളരെയധികം ധൈര്യം കാണിച്ച ഒരു കുഞ്ഞു കുട്ടിയുടെ കഥയാണ്. ഫൺ ടൈം. ഫൺ ടൈം എന്ന് പറഞ്ഞാൽ കളിക്കുന്ന സമയമാണ്, പ്ലേയിങ് ടൈം എന്ന് പറയാം. ദില്ല ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ ഐസക് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ ദില്ല എന്ന് പറഞ്ഞ കുട്ടിയും അവളുടെ ചെറിയ അനുജന് ആയ ഐസക്കും ഇവരെന്താ ചെയ്യുന്നത്? ദേ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറം ഭാഗത്ത്, ബാക്ക് സൈഡിൽ അവർ കളിക്കുകയായിരുന്നു. ദില്ല ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെറ്റ്. ഈ കളിക്കുന്നതിനിടയിൽ അവൾ എന്താണ്? ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഐസക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അനുജനോട് പറയാണ്, മഴ വരുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയാണ്. യെസ് ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ് എ ലിറ്റിൽ വെറീഡ്. ഓക്കെ നമുക്ക് പോകാം. ഐസക് നോഡഡ് കാരണം തലയാട്ടിക്കൊണ്ട് അവൻ സമ്മതിക്കുകയാണ്. എ ലിറ്റിൽ വെറീഡ്, അവൻ എന്താണ്? കുറച്ച് പേടിയുണ്ട്. മഴ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേടിച്ചുകൊണ്ട് അകത്തേക്ക് പോകാം എന്ന് തലയാട്ടി അവൻ സമ്മതിക്കുകയാണ്. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. അങ്ങനെ ക്വിക്ക്ലി, പെട്ടെന്ന് അകത്തേക്ക് ഓടേണ്ടി വരും. ദ വെൻ സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ എങ്ങോട്ടേക്കാണ് പോയത്? കിച്ചണിലേക്ക്, അടുക്കളയിലേക്കാണ് പോയത്. ആൻഡ് സ്പോട്ട് പറഞ്ഞാൽ അവരെ കണ്ണിൽ പെട്ടു എന്നാണ്. എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിളിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് കുക്കീസ്, ബിസ്ക്കറ്റ്സ് പോലുള്ള എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്.
cookies, Isaac said with a big smile as he grabbed one. അങ്ങനെ കുക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഐസക് എന്താണ് ഒരു കുക്കിയെ ഗ്രാബ് ചെയ്യണം ആ പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ കളി കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോൾ രണ്ടുപേരും അവിടെ അകത്ത് കിച്ചണിൽ ടേബിളിൽ കുറച്ച് കുക്കീസ് വെച്ചത് കാണുകയാണ്. അതെടുത്ത് അവർ കഴിക്കുകയാണ്. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. അങ്ങനെ ഐസക് ഒരു കുക്കി എടുത്തപ്പോൾ ദിൽനയും ഒരു കുക്കി എടുക്കുകയാണ്. മോം, ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. ദർ വാസ് നോ റിപ്ലൈ. ഈ കുക്കീസ് കഴിക്കുന്നതിനിടയിൽ അവൻ അമ്മയോട് വിളിച്ചു പറയണം, അമ്മേ മഴ വരുന്നുണ്ട്. പക്ഷേ അമ്മയുടെ മറുപടിയൊന്നും കേട്ടില്ല. Where were the children playing? എവിടെയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്? They were playing in the backyard of their house. അവരുടെ വീടിൻ്റെ പുറകു വശത്തായിട്ടാണ് അവർ കളിച്ചിരുന്നത്, ബാക്ക് സൈഡിൽ. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? മഴയത്ത് കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? There was no reply from mother. What may be the reason? ഐസക്ക് മഴ വരുന്നു എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയുടെ മറുപടിയൊന്നും കേട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അമ്മ മറുപടിയൊന്നും പറയാത്തത്? കഥയുടെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ടിയേഴ്സ് ഓഫ് ഫിയർ. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. അപ്പോൾ ഭയത്തിൻ്റെ കണ്ണുനീര്. അപ്പോൾ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു ഹെഡിങ് എന്ന് മനസ്സിലാവും. Then they ran into the living room. Mother was lying on the floor. അവർ കിച്ചണിൽ നിന്ന് കുക്കീസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരെങ്ങോട്ടേക്കാണ് പോയത്? വീടിൻ്റെ ലിവിങ് റൂമിലേക്ക്, സ്വീകരണ മുറിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ അവർ കണ്ട കാഴ്ചയാണ് പിക്ചറിൽ കാണുന്നത്. അമ്മ താഴെ വീണ് കിടക്കുകയാണ്. മോം, ദിൽന കാൾഡ് ലവ്ലി. ഷീ ഡിഡ്ന്റ് ആൻസർ. മോം, അമ്മേ എന്ന് ദിൽന ഉറക്കെ വിളിക്കുകയാണ്. പക്ഷേ എന്താണ്, അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. വൈ ഇസ് മോം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഇത് കണ്ട കുഞ്ഞനുജൻ ചോദിക്കാണ്, എന്തിനാ അമ്മ നിലത്ത് കിടക്കുന്നത്? അമ്മ നിലത്ത് കിടന്ന് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്. മോം, വേക്ക് അപ്പ്, ഹി ക്രൈഡ്. അപ്പോൾ അമ്മയെ എണീക്കൂ എന്ന് പറഞ്ഞ് അവനും കരയാണ്. ഡോണ്ട് വെറി ഐസക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ് ട്രൈങ് ടു കൺസോൾ ഹിം. അപ്പോൾ ദിൽന തൻ്റെ അനിയനോട് പറയാണ്, ഡോണ്ട് വെറി, നീ വിഷമിക്കണ്ട, അമ്മ ഓക്കെ ആവും. ഷീ ഈസ് ട്രൈങ് ടു കൺസോൾ ഹിം. കൺസോൾ ചെയ്യാൻ ആശ്വസിപ്പിക്കുക, അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയാണ്. ദിൽന റഷ് ടു ഹർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹർ ജെന്റ്ലി. അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് അവൾ എന്താണ്, അമ്മ ഇങ്ങനെ കുലുക്കുകയാണ്. ഷുക്കി പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിട്ട് കുലുക്കുകയാണ്. മോം പ്ലീസ് വേക്ക് അപ്പ്. ദിൽന ബാക്ക്ഡ് ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. കുലുക്കിക്കൊണ്ട് അമ്മയോട് പറയാണ്, മോം പ്ലീസ് വേക്ക് അപ്പ്. പക്ഷേ എന്താണ്, അമ്മ അനങ്ങിയില്ല. ദിൽന ബെഗ്ഡ്. ബെഗ് പറഞ്ഞാൽ അത്രയും കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് പറയാണ്. ദിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹർ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. പിന്നീട് അവൾ എന്താ ചെയ്തത്, ഒന്നും കൂടെ ഹാർഡായിട്ട്, ഒന്നുകൂടെ ശക്തിയായിട്ട് ഷേക്ക് ചെയ്തു. അമ്മ ഇങ്ങനെ കുലിക്കുകയാണ്. പക്ഷെ അമ്മ അപ്പോഴും എണീറ്റില്ല. ഐസക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ഇതൊക്കെ കാണുന്ന ചെറിയ അനിയൻ, ഒരു ചെറിയ കുട്ടിയാണ് അവൻ. അവൻ്റെ കണ്ണുകൾ എന്താണ്, നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ കരയാൻ തുടങ്ങി. വാട്ട് കുഡ് ഹാവ് അപ്പൻ ടു ദ മദർ? എന്തായിരിക്കും അവരുടെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹർ മദർ അപ്പ്? എന്താണ് അമ്മയെ വേക്കപ്പ് ചെയ്യാൻ, അമ്മയെ എണീപ്പിക്കാൻ അവർ ചെയ്തത്? അവൾ ഒരുപാട് കുലുക്കി ഷെയ്ക്ക് ചെയ്തൊക്കെ നോക്കിയില്ലേ? വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും നെക്സ്റ്റ് അവർ ചെയ്യാൻ പോവുക? കാരണം അവരുടെ വീട്ടിലിപ്പോൾ ആകെ അവർ 3 പേരേ ഉള്ളൂ. ഇവർ 2 പേരും ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ അമ്മയെ ഇവരിനി എങ്ങനെയായിരിക്കും രക്ഷിക്കുക എന്ന് നോക്കാം. ദ കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years old, ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. ദിൽനയ്ക്ക് എന്താണ്, വെറും 8 years, 8 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഒരു ചെറിയ കുട്ടിയാണ് അവളും. പക്ഷേ വീട്ടിലെ എൽഡർ, മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. കാരണം അനിയന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, ചെറിയ കുട്ടിയാണ്. ഷീ ഫെൽറ്റ് സ്കെയർഡ് ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. അവൾക്ക് എന്താണ്, പേടി തോന്നി. സ്കെയർഡ്, ഷീ ഫെൽറ്റ് സ്കെയർഡ്. പക്ഷേ ഷീ ഹാഡ് ടു സ്റ്റേ കാം. അവൾ കാമായിട്ട് കൂളായിട്ട് നിൽക്കണം. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. ചുറ്റും നോക്കുകയാണ് എന്താ ചെയ്യാൻ കഴിയാന്ന്. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് തൻ്റെ ഗ്രാൻഡ് മദർ ഒത്ത് അവർ കളിച്ചിരുന്ന ഗെയിം അവൾ ഓർക്കുകയാണ്. She remembered her grandmother asking to call 101 in times of emergency. കളിയുടെ ഇടയിൽ ഗ്രാൻഡ് മദർ അവളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്ന്, എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നാൽ 101 എന്ന നമ്പറിലേക്ക് വിളിച്ച് പറയണം. വാട്ട്സ് യുവർ നെയിം? വേർ ഡു യു ലിവ്? അങ്ങനെ ദിൽന റിയലൈസ് ദിസ് വാസിൻ്റെ ഗെയിം എനിമോർ. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അപ്പോൾ ദിൽന ഇത് ചിന്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ഗ്രാൻഡ് മദർ മൊത്ത് ഈ 101 വിളിക്കുന്നത് പോലെ അവർ കളിച്ചിരുന്നു.
ഇതൊരു ഗെയിമല്ല, മറിച്ച് ഗ്രാൻഡ് മദർ ഇതുപോലുള്ളൊരവസ്ഥയിൽ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് തന്നെ പഠിപ്പിച്ചതാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടാണ് അവൾ കാമായിട്ടിരുന്നത്? കാരണം കാമായിട്ടിരുന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം. അവളാണ് ആ വീട്ടിലെ വലിയ കുട്ടി. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? ഗ്രാൻഡ് മദറുമായിട്ട് കളിക്കാറുള്ള ഗെയിം എന്തായിരുന്നു? 101 എന്ന നമ്പറിലേക്ക് വിളിച്ച് പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്ന പോലുള്ളൊരു മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലുള്ള ഗെയിമായിരുന്നു അവർ കളിച്ചിരുന്നത്. വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? ഇനി എന്തായിരിക്കും അവൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ അവൾ ആ 101 വിളിക്കാൻ പോവാവും. ദ കോൾ ഫോർ ഹെൽപ്പ്, അങ്ങനെ സഹായത്തിന് വേണ്ടി അവൾ കോൾ ചെയ്യാണ്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101, ദ ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഫോണിൻ്റെ അടുത്തേക്ക് കൂടി 101 എന്ന് പറഞ്ഞ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അവൾ വിളിക്കുകയാണ്. ഹെർ ഹാൻഡ്സ് വർ ഷെയ്ക്കിങ്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇതുപോലൊരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ കൈകളൊക്കെ എന്താണ് വിറക്കുന്നുണ്ടായിരുന്നു. ഷെയ്ക്ക് പറഞ്ഞാൽ വിറക്കുക. എ ലേഡീസ് വോയിസ് കം ഓൺ ദ ലൈൻ 101 വാട്ട്സ് യുവർ എമർജൻസി. അപ്പോൾ ഫോൺ എടുത്തത് ഒരു ലേഡിയാണ്. ഇവർ പറഞ്ഞു 101 വാട്ട് ഈസ് യുവർ എമർജൻസി? എന്ത് അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ളത്? ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. പേടിച്ചിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ എടുക്കുകയാണ്. ഹലോ, മൈ നെയിം ഇസ് ദിൽന. മൈ മോം ഇസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ ബട്ട് ഐ കാൺട്ട് വേക്ക് ഹെർ അപ്പ്. അപ്പോൾ ഇവൾ പറയാണ്, എൻ്റെ പേര് ദിൽന എന്നാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എന്താണ് നിലത്ത് കിടക്കുവാണ്, എനിക്ക് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. ദ ലേഡി ആസ്റ്റ് വേർ ഈസ് യുവർ ഫാദർ. അപ്പോൾ ലേഡി ആദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫാദർ എവിടെയാണ്, വീട്ടിൽ വേറെ ആരും ഇല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ്. ദിൽന റിപ്ലൈഡ് ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്. അപ്പോൾ ഫാദർ എവിടെയാണ്? വിദേശത്ത്, അബ്രോഡിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വീട്ടിൽ ദിൽനയും അവളുടെ അനിയൻ ഐസക്കും അമ്മയും മാത്രമേ ഉള്ളൂ. ഫാദർ വിദേശത്താണ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? അപ്പോൾ ആ ഒരു ലേഡി വളരെ സോഫ്റ്റായിട്ട്, ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ആൻഡ് സീരിയസ്ലി, സോഫ്റ്റായിട്ടൊരു കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ അവർ ചോദിക്കുകയാണ്, നീ ചെയ്തത് നല്ലൊരു കാര്യമാണ്, നിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരാമോ? കാരണം അഡ്രസ്സ് അറിഞ്ഞാലല്ലേ അവർക്ക് ആ വീട്ടിലേക്ക് പോയി സഹായിക്കാൻ പറ്റുള്ളൂ. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. അപ്പോൾ അവൾ ഇങ്ങനെ റിമെമ്പർ ചെയ്തു, അവൾ ഓർത്ത് വെച്ചൊരു കാര്യം എന്താണ്, വളരെ ക്ലിയർ ആയിട്ട് ലൗഡായിട്ട് സംസാരിക്കണം, എന്നാലുള്ളൂ അപ്പുറത്തുള്ള ആൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുക. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. ഇതൊക്കെ അവൾ പഠിപ്പിച്ചത് ആരായിരുന്നു? അവളുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ പഠിപ്പിച്ച് തന്നതുപോലെ വളരെ ക്ലിയറായി ഉച്ചത്തിൽ ഫോണിലൂടെ അവൾ സംസാരിക്കുകയാണ്. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. അപ്പോൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് വീടിൻ്റെ. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെറ്റ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്, താങ്ക് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ആ ലേഡി പറയണം. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർമെൻ ഗെറ്റ് ദർ. ഓക്കെ, ദിൽന അഗ്രീഡ്. അപ്പോൾ ഇവർ പറയാണ്, നിങ്ങളെ രക്ഷിക്കാനുള്ള ഫയർമെൻ അവിടെ എത്തുന്നത് വരെ എന്നോട് ഫോണിൽ നീ സംസാരിച്ചു കൊണ്ടേയിരിക്കണം എന്നാൽ ലേഡി പറയണം. അപ്പോൾ ദിൽന ഓക്കെ അഗ്രി, അവൾ സമ്മതിച്ചു. ഹൂം ഡിഡ് ദിൽന കാൾ ഫോർ ഹെൽപ്പ്? വാട്ട് ഡിഡ് ദ ലേഡി സേ? ആരെയാണ് അവൾ ഹെൽപ്പിന് വിളിച്ചത്? അവൾ എമർജൻസി ലൈനായ 101 വിളിച്ചു. ആ ലേഡി എന്താ പറഞ്ഞത്? നീ ചെയ്തത് ഒരു ഗ്രേറ്റ് ജോബാണ്, അതുപോലെ തന്നെ അഡ്രസ്സ് പറയാമോ എന്നൊക്കെ ചോദിച്ചു അല്ലേ. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? ഇനി ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്നൊന്ന് ഇമാജിൻ ചെയ്യുക. ഓരോരുത്തരും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസം. ദിൽന ഹേർഡ് ദ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. അങ്ങനെ ഫയർ ഫോഴ്സിൻ്റെ ആളുകൾ അവരുടെ ആ ഒരു വണ്ടിയുമായിട്ട് വരുന്നത്, ആ ഒരു ഫയർ എൻജിൻ്റെ സൗണ്ട് അവൾ കേൾക്കുകയാണ്, സൈറൻ മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുകയാണ്. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. പെട്ടെന്ന് ആ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്, നോക്കി പറഞ്ഞാലും വാതിലിന്മേൽ മുട്ടുകയാണ്. The lady on the phone said, Dilna, it's safe to open door now. The firemen are there. അപ്പോൾ ഫോണിൽ ആ ലേഡി ഇപ്പോഴും ഉണ്ട്, ഫോൺ കട്ടാക്കിയിട്ടില്ല. അവർ പറയാണ്, ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്, ഡോറ് തുറന്നോളൂ, ഡോറിൽ നിങ്ങളെ സഹായിക്കാനുള്ള ഫയർമെൻ വന്നിട്ടുണ്ട്. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ അവൾ ഓടിപ്പോയി ആ ഡോർ ഓപ്പൺ ചെയ്യാണ്. 2 firemen റഷ്ഡ് ഇൻ. പെട്ടെന്ന് 2 ഫയർമാനുകൾ അകത്തേക്ക് പെട്ടെന്ന് ഓടി വരികയാണ്. റഷ് ചെയ്യാറിനാൽ അവർ ധൃതിയിൽ വരികയാണ്. അമ്മ വീണ് കിടക്കല്ലേ.
ദിൽന ലെഡ് ദം ടു ദ ലിവിങ് റൂം. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ ദിൽന എന്താണ് അവരെ ലിവിങ് റൂം കാണിച്ചു കൊടുക്കുകയാണ്, എവിടെയാണ് അമ്മ കിടക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്തും അമ്മ അവിടെ കിടക്കുക തന്നെയാണ്. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്. ദിൽനയെയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ ആരാ വന്നത്? ഫയർമെൻ ആണ് വന്നത്. ടൈംലി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സമയത്ത് കിട്ടിയ ഒരു സഹായമാണ്. അവർക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ ഹെൽപ്പ് കിട്ടുകയാണ്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഫയർമാൻ അമ്മയെ ചെക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ആദ്യമായിട്ട് അമ്മയ്ക്ക് കുറച്ച് ചികിത്സകളൊക്കെ കൊടുക്കുകയാണ്. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്, ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അങ്ങനെ അമ്മ പതിയെ കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അമ്മയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അമ്മയെ ഒന്ന് ഉഷാറാക്കുകയാണ്. മോം ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അമ്മ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി ഐസക് ഷൗട്ട് ചെയ്യാണ്, ഉറക്കെ അമ്മയെ എന്ന് വിളിക്കുകയാണ്. മോം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ദിൽന സെറ്റ്. അങ്ങനെ ദിൽന അമ്മയോട് പറയാണ്, ഇവരാണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ മോം അവരോട് എന്താണ് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. ദ മദർ said softly, smiling at the fireman. One of the firemen said to the mother, your daughter did a great job, she is a hero. അപ്പോൾ അമ്മ ഒരു ചിരിയോട് സോഫ്റ്റായിട്ട് ആ ഫയർമാനോട് താങ്ക്സ് പറയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു ഫയർമാൻ അമ്മയോട് എന്താ പറഞ്ഞത്? യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, നിങ്ങളുടെ മോള് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഷീ ഈസ് എ ഹീറോ, അവളൊരു ഹീറോ ആണ്. ദിൽന ഫെൽറ്റ് ഹാപ്പി. ഇത് കേട്ടപ്പോൾ ദിൽനയ്ക്ക് എന്താണ് ഒരുപാട് സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്, ദിൽന അഡ്മിറ്റഡ്. അങ്ങനെ അവൾ അഡ്മിറ്റ് ചെയ്ത് അവൾ സമ്മതിക്കാണ് എന്നാണ്, എനിക്ക് ഒരുപാട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു, പക്ഷേ ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമയായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഇത് കേട്ടപ്പോൾ ആ ഫയർമാൻ എന്താണ് ചിരിച്ചുകൊണ്ട് അവളെങ്ങനെ തലോടി, അവളെ പുറത്തിങ്ങനെ കൊട്ടി കൊടുക്കണം, പാറ്റ് ചെയ്യുക. പിക്ചറിൽ കാണാൻ പറ്റും. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. മദറിനെ എണീപ്പിക്കാൻ ഫയർമാൻ എന്താ ചെയ്തത്? കുറച്ച് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലേ, അതുപോലെ തന്നെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. ദിൽനയാണ് ഹീറോ എന്നവർ പറഞ്ഞതെന്നാണ്. കാരണം അവർ കൃത്യസമയത്ത് അവരെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചത് അവളാണ്, അല്ലെങ്കിൽ ഒരിക്കലും അമ്മയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അവാർഡ് ഫോർ ബ്രേവറി. അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്മാനം അല്ലേ. ബ്രേവറി എന്ന് പറഞ്ഞാൽ ധൈര്യം, ധീരത. അപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡ്. ആർക്കായിരിക്കും ധീരതയ്ക്കുള്ള അവാർഡ് ഇവിടെ കിട്ടുക? ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഫയർമാന് ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക്, അവരുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. ദേ ഗേവ് ഹെർ എൻ അവാർഡ്. അങ്ങനെ അവൾക്ക് അവർ അവാർഡ് നൽകുകയാണ്. ഷീ ഡിഡൻറ്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ അവൾക്ക് എന്താണ്, ഒരു ഹീറോയെ പോലെയൊന്നും അപ്പോൾ ഫീൽ ചെയ്തില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. മറിച്ച് എന്താണ്, തൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞു, അമ്മ സേഫാണ്, സുരക്ഷിതമാണ് എന്നതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഗ്ലാഡ്, സന്തോഷകരമായിരുന്നു അവൾക്ക്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്, യു നോ ഇൻ എൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. അപ്പോൾ തിരിച്ചു പോകുന്നപ്പോൾ തൻ്റെ കുഞ്ഞനിയനോട് അവൾ പറയാണ്, യുനോ നിനക്കറിയോ, ഇൻ എൻ എമർജൻസി ഇതുപോലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ, ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ച പോലെ നിന്നെയും ഞാൻ പഠിപ്പിച്ചു തരാം, ഇതുപോലൊരു അത്യാവശ്യമുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന്. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഐസക് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, അവളുടെ നേരെ നോക്കി ചിരിക്കുകയാണ്. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. എന്നിട്ട് തൻ്റെ സിസ്റ്ററിനോട് താങ്ക് യു പറയാണ്. യു ആർ ദ ബെസ്റ്റ്, നീയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റർ, നീയാണ് ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ നന്ദി പറയുകയാണ്. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ഫയർ സ്റ്റേഷൻ. എന്തിനാണ് ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്? അവൾക്കൊരു അവാർഡൊക്കെ നൽകി അവളെ ഒന്ന് പ്രശംസിക്കാനാണ്, അവൾ ചെയ്ത നല്ല കാര്യത്തിനെ ഒന്ന് ഉയർത്തി കാണിക്കാനാണ് അല്ലേ. വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് ആസ് എ ഹീറോ. പക്ഷേ ദിൽന എന്തുകൊണ്ടാണ് സ്വയം ഒരു ഹീറോ ആയി കൺസിഡർ ചെയ്യാഞ്ഞത്? കാരണം അവളുടെ മനസ്സിലെന്താണ്, തൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ എന്ത് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ എന്ത് ലെസൺ, എന്ത് പാഠമാണ് പഠിച്ചത്? ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിനെ നേരിടണം, എന്താണ് പഠിച്ചത് അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, 101 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ചുകൊണ്ട്
സഹായം അഭ്യർത്ഥിക്കാം അല്ലേ. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാം, ചുറ്റും എവിടെയാണ് കുറച്ച് ആളുകളുള്ളത്, ചിലപ്പോൾ അടുത്ത വീട്ടിലോ ഇനി സ്കൂളിലാണെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സിലോ സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരാം, കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കാര്യം ധീരതയോടെ നേരിടണം. അപ്പോൾ ദിലിനെ പേടിച്ച് ഒന്നും ചെയ്യാണ്ട് ഇരുന്നിരുന്നെങ്കിലോ അവളുടെ അമ്മയ്ക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനാവില്ലായിരുന്നു. അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു നല്ല ലെസൺ, ഗുണപാഠമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു ഓൾ.